നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇപ്പോഴത്തെ വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഇപ്പോഴത്തെ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് AI-യും രോഗനിർണയവും, അതായത് ഇന്റർനെറ്റും AI-യും അതുപോലെ തന്നെ ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടീനേജിലെ ആൾക്കാർ രോഗനിർണയം നടത്തുന്നു. അല്ലെങ്കിൽ തനിക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ AI-നോട് ചോദിച്ച് അല്ലെങ്കിൽ AI-ക്ക് കൊടുത്ത് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ അതിൻ്റെ ആ രോഗനിർണയം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ വളരെ അപകടങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ സെൽഫ് ഡയഗ്നോസിസ്, അതായത് നമ്മൾ സ്വയം രോഗനിർണയം നടത്തുന്നത് എപ്പോഴും തെറ്റായ ഒരു കാര്യമാണ്. കാരണം മനുഷ്യ ശരീരം നമ്മൾ കാണുന്നത് പോലെയല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അത്രയും കാലം പഠിച്ച, വളരെ തറവായിട്ട് പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഒരു രോഗനിർണയം നടത്താൻ അതിൻ്റെ അകത്തേക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്റർനെറ്റിനോട് അല്ലെങ്കിൽ നെറ്റിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുക, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഹൈ ക്വാളിറ്റി ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. മെഡിക്കൽ എന്തെങ്കിലും ഈ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാനോ അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാം. അല്ലാതെ ഇതിലെ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിലൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുമ്പോൾ അതൊരു റിയൽ ടൈം ഡേറ്റ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. അതിന് അപ്ഡേഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ ആയിരിക്കില്ല അതിൻ്റെ അത് ഫീഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ ഫീഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രോഗനിർണയം നടത്തി തരുന്നതും. അപ്പം ഇപ്പം ഇത് ഞാനിവിടെ വിഷയം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒത്തിരി ആൾക്കാർ, പ്രത്യേകിച്ച് ടീനേജ് ആൾക്കാർ കേട്ടോ, കുട്ടികൾ വന്നിട്ട് പറയും, ഞാൻ ഈ പറഞ്ഞ AI-യോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ രോഗം ഇതാണെന്ന് പറഞ്ഞു എന്നുള്ളത് കുട്ടികൾ വന്ന് പറയും. അപ്പം ഇതിൽ രണ്ട് വിഷയം വരുന്നത്, ചിലർ വളരെ ഭയപ്പാടോടെ ആയിരിക്കും ചില കുട്ടികൾ വരുന്നത്, എനിക്ക് ക്യാൻസർ ആണോ, അല്ലെങ്കിൽ ഈയിടെ നമ്മളെ OP-യിൽ ഒരു കുട്ടി മുഖത്തെ ചെറിയ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുള്ള ഒരു വെള്ളപ്പാട് കണ്ടിട്ട് വെള്ളപ്പാണ്ടാണോ എന്നൊരു ധാരണയിൽ, അപ്പം ഈ AI പറഞ്ഞു ഇതൊരു വെള്ളപ്പാണ്ടിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മുടെ OP-യിലേക്ക് വരുന്നതും ഇത് കാണിക്കുന്നതൊക്കെ. അപ്പൊ അതുപോലെ ഇത് ഒരു വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ക്യാൻസറസ് കണ്ടീഷൻ പോലത്തെ, ഇപ്പൊ നമുക്കറിയാം നെറ്റിൽ എന്തടിച്ചാലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടോ അല്ലെ ക്യാൻസർ മെയിനായിട്ടും കാണാം. അപ്പോൾ ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഇവർ കാണിക്കുന്നു. അല്ലാതെ ഒരു യുക്തിപൂർവമായിട്ടൊരു സമീപനമല്ല ഒരു ഡിസീസ് അല്ലെ നമ്മളൊരു സിംറ്റം അല്ലെ ലക്ഷണം കൊടുക്കുമ്പോൾ ഈ മനുഷ്യനിർമ്മിതമായ ഈ പറഞ്ഞ കാര്യങ്ങൾ കാണിക്കുന്ന, ഒരു മനുഷ്യൻ യുക്തിപരമായിട്ട് ഒരു ഡിസീസിനെ കണ്ടുപിടിക്കുന്ന പോലെ അല്ല. അതുപോലെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു അപകടകരമായ കാര്യങ്ങളായിട്ട് കാണിക്കുന്നു. വളരെ അപകടകരമായ കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലക്ഷണങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഇത് സാരമില്ല, ഇത് വളരെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ ഇത് വളരെ ചെറിയൊരു കാര്യമാണെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആൾക്കാർ നിസ്സാരമായിട്ട് ഇരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാണുമ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് AI ഒക്കെ നമ്മുടെ രോഗത്തെ നിർണ്ണയിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും, ആൻസൈറ്റി ആവും. പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് റഷ് ചെയ്യും. 1-2 ദിവസമെങ്കിലും നമ്മൾ ടെൻഷൻ അടിക്കും ഡോക്ടറെ കാണാൻ പറ്റിയില്ലെങ്കിൽ. അപ്പൊ അങ്ങനത്തെ പല വിഷയങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ട് രോഗത്തെ നിർണ്ണയിക്കാൻ ഒരു ടൂൾ അല്ല ഒരിക്കലും AI എന്നുള്ളത്. നമുക്ക് ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഹൈ ക്വാളിറ്റി ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും നമുക്ക് ലഭിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളോടാണ്, അല്ലെങ്കിൽ ടീനേജിലുള്ള ആൾക്കാരോടാണ് ഇന്റർനെറ്റിന്റെ ഒക്കെ ഉപയോഗം കൂടുതലുള്ള ആൾക്കാരാണല്ലോ. ഇത് എപ്പോഴും എന്ത് വന്നാലും അത് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കി എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പൊ ചുമ 2 ദിവസം നീണ്ടു നിന്നാൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ട്യൂബർകുലോസിസ് എന്നൊക്കെ, ക്ഷയരോഗം എന്നൊക്കെ ഇന്റർനെറ്റിൽ കാണിക്കും. അപ്പോഴെന്താ ആൾക്കാർ വിചാരിക്കും എനിക്ക് ക്ഷയരോഗമാണെന്ന് വെച്ച് വളരെ ടെൻഷൻ അടിക്കും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിലേക്ക് ഇട്ട് കൊടുത്ത് അതിന്റെ ഒരു ഫീഡ്ബാക്ക് എടുത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ രോഗനിർണയം നടത്തുന്നത് വളരെ തെറ്റും നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടിനെ കാണിച്ച ശേഷം മാത്രം നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് അറിയാനും അതുപോലെ ആ രോഗത്തിന്റെ ഒരു കാഠിന്യം അല്ലെ യഥാർത്ഥ രോഗം എന്താണെന്ന് അറിയാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.